പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരുപാട് പേര് പറഞ്ഞ ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. സെഡസ്ത്രയുടെ ഫ്രണ്ട് കവൾ എങ്ങനെ വളരെ സിമ്പിളായിട്ട് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അത് തന്നെയായിരിക്കും ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡ്. അപ്പോൾ അവർ വളരെ സിമ്പിളായിട്ട് എങ്ങനെ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ജസ്റ്റ് പെയിൻറ്റ് അടിച്ചതേ ഉള്ളൂ, ഒരു പച്ച പെയിൻറ്റ് സ്പ്രേ പെയിൻറ്റ് അടിച്ചതേ ഉള്ളൂ. ഇത് ഫിനിഷ് ആയിട്ടൊന്നുമില്ല. പുട്ടിയൊക്കെ ഇടാനുണ്ട്. കണ്ടോ, ഇവിടെയൊക്കെ കണ്ടോ ഒരുപാട് സ്ഥലത്ത് പുട്ടി NC പുട്ടിയോ അല്ലെ ബോഡി ഫില്ലറൊക്കെ ഇട്ടിട്ട് ഷേപ്പ് ആക്കാനുണ്ട്. അല്ലാതെ ഇതിപ്പോൾ ജസ്റ്റ് വെറുതെ പെയിൻറ്റ് അടിച്ചതെന്നേ ഉള്ളൂ. അതായത് ഫിനിഷിങ് ലുക്കല്ല, ജസ്റ്റ് ഈ ഒരു സ്ട്രക്ചർ, അതായത് സെഡസ്ട്ര ഫ്രണ്ട് വാളിൻ്റെ ഒരു സ്ട്രക്ചറിൽ ഈ ഒരു ഷേപ്പ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇന്നത്തേത്. അല്ലാണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് അതുപോലെ തന്നെ നമ്മൾ ഹെഡ്ലൈറ്റ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അതുപോലെ കുറച്ച് ഡീറ്റെയിലിംഗ് വർക്ക് ഇതിൽ ഒരുപാട് വരാനുണ്ട്. ആ ഒരു സ്ട്രക്ചർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ഫ്രണ്ടുകൾ ഉണ്ടാക്കുന്നത് ഇതേപോലെ ബ്ലൂ പ്രിൻ്റ് യൂസ് ചെയ്തിട്ടാണ്. വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ബ്ലൂ പ്രിൻ്റാണ് സെഡസ്ത്രയുടെ ഫ്രണ്ട് വ്യൂ ഉള്ള ബ്ലൂ പ്രിൻ്റ്. ഇത് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ ബ്രോഡ്കാസ്റ്റ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ ആ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ജസ്റ്റ് പ്രിൻ്റ് എടുക്കുക. പ്രിൻ്റ് എടുത്ത് കഴിഞ്ഞാൽ കറക്റ്റ് 13 സെൻറ്റിമീറ്റർ വീതിയിൽ കിട്ടും. ഞാൻ ചെയ്യുന്നത് 13 സെൻറ്റിമീറ്റർ വീതിയിലാണ്. നിങ്ങൾക്ക് ഇനി അളവ് മാറ്റണമെങ്കിൽ ഈ ഡൗൺലോഡ് ആക്കിയിട്ട് അളവൊക്കെ മാറ്റിയിട്ട് ചെയ്യാം. അളവെങ്ങനെ മാറ്റേണ്ടതെന്നൊക്കെ നമ്മളെ കഴിഞ്ഞ സ്റ്റിക്കർ വർക്കിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അതൊരു സ്റ്റിക്കർ അളവൊക്കെ കാണിക്കുന്നുണ്ട് അതിനകത്ത്, അളവ് ചെയ്യുന്നത്. അപ്പോൾ അതേ മെത്തേഡ് നമുക്ക് ഇതിൻ്റെ അളവ് മാറ്റിയിട്ട് പ്രിൻ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഡോക്യുമെൻറ്റ് ഡൗൺലോഡ് ആക്കിയിട്ട് പ്രിൻ്റ് എടുത്താൽ കറക്റ്റ് 13 സെൻറ്റിമീറ്റർ വീതിക്ക് ചെയ്യുന്നവർക്ക് നല്ലതായിരിക്കും. ആ ഒരു കറക്റ്റ് അളവിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഉള്ളത്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഈ ഒരു ഫ്രണ്ട് കവളിൻ്റെ പോർഷൻ മാത്രമായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ബ്ലൂ പ്രിൻ്റ് വേണം നിർബന്ധമൊന്നുമില്ല. നിങ്ങളൊരു പേപ്പറിൽ കറക്റ്റ് എല്ലാം നോക്കിയിട്ട് വരച്ചെടുക്കാൻ പറ്റും. അതായിരിക്കും ഏറ്റവും നല്ലത്. വീട്ടിൽ നിന്ന് എല്ലാം ചെയ്യാൻ പറ്റും. പണി എളുപ്പമാക്കാനും പിന്നെ നമ്മൾ എത്ര വരച്ചാലോ കറക്റ്റ് ആവണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പണി കുറച്ചുകൂടി എളുപ്പമാക്കാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബ്ലൂ പ്രിൻ്റ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഇതാകുമ്പം പെട്ടെന്ന് പരിപാടിയും ഈ കഷ്ടപ്പെട്ട് ഇത് മൊത്തം വരച്ചെടുക്കണം എന്നുള്ളത് ഭയങ്കര ഒരു പണിയാണ്. അപ്പോൾ അത് വരച്ചിട്ട് അഥവാ ചെറിയൊരു ഷേപ്പൊക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഭാവിയിൽ ആ ഒരു നമ്മളെ വണ്ടീൻ്റെ ലുക്കിനെ ബാധിക്കും. അതുകൊണ്ട് ഏറ്റവും നല്ല ചോയ്സ് ഇതേപോലെ പ്രിൻ്റ് എടുത്തിട്ട് ചെയ്യുന്നത് തന്നെയാണ്. നമ്മൾ 3mm തിക്നെസ് വരുന്ന ഫോം ഷീറ്റിലാണ് ഫ്രണ്ട് കവൾ ചെയ്തെടുക്കുന്നത് സാധാരണ. അപ്പോൾ 3mm തിക്നെസ് വരുന്ന ഫോം ഷീറ്റ് ഇതേപോലെ ബെൻഡ് ചെയ്യുന്ന ഭാഗം ഇങ്ങനെ വീതിയിൽ വരുന്ന പോലെ, അതായത് നമ്മൾ ബസ്സിൻ്റെ വീതി ഉണ്ടല്ലോ ഈ 13 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വീതിക്ക് ബെൻഡ് ചെയ്യുന്ന സൈഡ് വരുന്ന രീതിക്കാണ് ചെയ്യേണ്ടത്. അതായത് സൈഡോട്ട് ബെൻഡാവണം, മുകളിലോട്ട് ബെൻഡാവണമെന്നില്ല. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പിന്നെ പണി കിട്ടും. അതിന് ശേഷം നമുക്ക് ഈ ഒരു ബ്ലൂ പ്രിൻ്റ് ഇതേപോലെ കറക്റ്റ് വെച്ചാൽ രണ്ട് സൈഡും ഇതേപോലെ കുറച്ച് എക്സ്ട്രാ വേണം. അതായത് ഒരു 0.5 സെൻറ്റിമീറ്റർ എക്സ്ട്രാ വേണം. അങ്ങനെ വേണം നിങ്ങൾ ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. ഈ ഭാഗത്തും അതുപോലെ തന്നെ ഇപ്പുറത്തെ ഭാഗത്തും കറക്റ്റ് രണ്ട് ഭാഗത്തും ഒരേപോലെ കുറച്ചധികം സ്ഥലം വെച്ചിട്ട് വേണം ഒട്ടിക്കാൻ. ഫെവിക്കോളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. ഞാനിപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത് നേരത്തെ കണ്ട ഒരു പശയാണ്. അപ്പോൾ അതൊക്കെ ഉപയോഗിക്കുന്നതിനെക്കാട്ടി നല്ലത് ഫെവിക്കോൾ ഉപയോഗിച്ചാലാണ് കുറച്ചും കൂടി നല്ലത് പേപ്പർ ഒട്ടിക്കാൻ. നമ്മൾ പുതിയൊരു ബ്ലേഡ് ഇതിനു വേണ്ടി എടുത്തിട്ടുണ്ട്. പുതിയ ബ്ലേഡ് വേണമെന്നില്ല, കുറച്ച് മൂർച്ചയുള്ള ബ്ലേഡ് എന്തായാലും വേണം. നമ്മളെന്തായാലും പുതിയൊരു വർക്ക് തുടങ്ങുന്നതായതുകൊണ്ട് പുതിയൊരു ബ്ലേഡ് തന്നെ എടുക്കുന്നുണ്ട്. ഇത് ഞാൻ എത്ര 3 കണ്ട് ഒരുമിച്ച് മേടിച്ചു. ഇതിൻ്റെ പ്രൈസിന് കറക്റ്റ് ഓർമ്മയില്ല, ഇപ്പോൾ വാങ്ങിയിട്ട് കുറച്ചായി. നല്ലൊരു നൈഫ് തന്നെയാണ്. എന്നാൽ ഇതിന് കറക്റ്റ് പ്രിസിഷൻ നൈഫ് എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. ഏകദേശം 60 രൂപ അങ്ങനെയാണെന്ന് തോന്നുന്നു ഈ ഒരു പാക്കറ്റിന്. ഇതിൻ്റെ കൂടെ 6 ബ്ലേഡ് ഉണ്ടാവും. നമ്മളെ ഈ ഒരു നൈഫും കൂടി ഉണ്ടാവും, നമ്മളെ പെൻ നൈഫ് അങ്ങനെയൊക്കെ പറഞ്ഞ ആ ഒരു സാധനം തന്നെയാണിത്. അടിപൊളി നല്ല സാധനമാണ്. ഷാർപ്പായിട്ടുള്ള അഡ്ജൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എത്ര മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ് നിങ്ങളിപ്പം അടുത്ത സൈഡ് കാണുന്നത്. അതിൻ്റെ മൂർച്ചയും അതുപോലെ തന്നെ അതിലെല്ലാ ബ്ലേഡും നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞു. ഇനി അതിൽ ഉപയോഗിക്കാൻ ബ്ലേഡൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ പുതിയ ബ്ലേഡ് എന്തായാലും എടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഇതിൻ്റെ ഇങ്ങനെ ഷാർപ്പായിട്ടുള്ള എഡ്ജ് ഒരു കട്ടിംഗ് ബ്ലേഡ് കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താലും കുറച്ചും കൂടി നല്ലത്. ആ ഒരു ഷാർപ്പ് എഡ്ജിനെക്കാട്ടിയും കുറച്ചുകൂടി മൂർച്ച ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ അറ്റം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ ഏതുപോലെ ചെയ്യുക. അപ്പോൾ അതിന് ശേഷം നമ്മൾ നേരത്തെ ആ ഒരു ഫോം ഷീറ്റിൻ്റെ മേലെ ബ്ലൂ പ്രിൻ്റ് ഒട്ടിച്ച് വെച്ചിട്ടില്ലേ. അപ്പോൾ ആ ഒരു ബ്ലൂ പ്രിൻറ്റിൻ്റെ എല്ലാ ലൈനിലേക്കൂടിയും ഈ ഒരു നല്ല മൂർച്ചയുള്ളൊരു ബ്ലേഡ് എടുത്തിട്ട് ഇതേപോലെ ലൈൻ ഇട്ട് കൊടുക്കുക. ലൈൻ ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ നല്ല അമർത്തിയിട്ട് നല്ല ആഴത്തിൽ ലൈൻ ഇടണ്ട. നമുക്ക് ആ ഒരു ലൈന് നമ്മൾ ഇതിന് ശേഷം ഈ പേപ്പർ റിമൂവ് ചെയ്യുമ്പോൾ ഫോം ഷീറ്റിൽ ഈ ഒരു ലൈന് കണ്ടാൽ മതി. അപ്പോൾ അതിന് വേണ്ടി മാത്രം ജസ്റ്റ് ഒന്നിങ്ങനെ അമർത്തിയിട്ട് ലൈൻ ഇട്ടാൽ മതി. അധികം ആഴത്തിൽ കട്ട് ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് അതായിരിക്കും.
ചില ഭാഗങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടതാണ്. എന്നാലും നമ്മൾ ലൈൻ ഇടുമ്പോൾ ജസ്റ്റ് ആ ഒരു ലൈൻ അപ്പുറം ഫോം ഷീറ്റിൽ വരാൻ വേണ്ടി മാത്രം കട്ട് ചെയ്യുക, ലൈൻ ഇടുക. അമർത്തി കട്ട് ചെയ്യുന്നത് പരമാവധി ഒഴിവാക്കുക. അത് പിന്നെ ചില ഭാഗം നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാത്ത ഭാഗമുണ്ട്. അപ്പോൾ അവിടെ നല്ലോണം കട്ടായി പോയി കഴിഞ്ഞാൽ പണിയാവും. അതുകൊണ്ട് ഈ ഒരു ലൈനിങ് നിങ്ങൾക്ക് ഫോം ഷീറ്റിൽ കിട്ടാൻ വേണ്ടി മാത്രം നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം പിന്നെ വീഡിയോയിൽ കാണുന്ന പോലെ ആ ഒരു കട്ട് ചെയ്ത ആ ഒരു പേപ്പറിൽ പിന്നെ നമുക്ക് ഈ ബ്ലൂ പ്രിൻ്റിൻ്റെ ആവശ്യമില്ല. ബ്ലൂ പ്രിൻ്റ് ആ ഒരു പേപ്പർ കട്ട് ചെയ്ത് ഒഴിവാക്കാം. സോറി, കട്ട് ചെയ്ത് ഒഴിവാക്കലല്ല, അത് പറിച്ച് റിമൂവ് ആക്കാം. സംഭവം ഈ കൗളുണ്ടാക്കാൻ ജസ്റ്റ് ഒരു 5 മിനിറ്റ് അല്ല 10 മിനിറ്റ് കൊണ്ട് നമുക്ക് പരിപാടി കഴിയും. നമ്മളിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ പ്രോസസ്സൊക്കെ കാണിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു വീഡിയോക്ക് കുറച്ചധികം ലെങ്ത് ഉണ്ടാകുന്നത്. ശരിക്കും ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഫ്രണ്ടുകൾ ഉണ്ടാക്കാൻ പറ്റും. ചെറിയ രീതിക്ക് ജലദോഷവും അതുപോലെ തന്നെ പനിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് സൗണ്ട് ചെറുതായിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. പനിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രമാണ് വർക്കും അതുപോലെ തന്നെ വർക്ക് ചെയ്യുമ്പോൾ എന്തായാലും വീഡിയോ എടുക്കണമല്ലോ. ഒരുപാട് പേര് ഫ്രണ്ടുകൾ ഉണ്ടാക്കുന്നത് ചോദിച്ചത് കൊണ്ടാണ് നമ്മളിപ്പം തന്നെ വീഡിയോ ഇടുന്നത്. അതുകൊണ്ട് സൗണ്ട് നിങ്ങൾ തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. പേപ്പർ ഫുള്ളായിട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതാ ഇതേപോലെ കറക്റ്റ് ആ ഒരു ബ്ലൂ പ്രിൻറ്റ് നമ്മളെ ഫോം ഷീറ്റിൽ കിട്ടും. കണ്ട എല്ലാ ലൈൻസും കാര്യങ്ങളൊക്കെ കിട്ടിയതുണ്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നല്ല മൂർച്ചുള്ള ബ്ലേഡ് ഉപയോഗിച്ചിട്ട് തന്നെ കട്ട് ചെയ്യാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാലേ അടിപൊളിയായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഫോം ഷീറ്റ് ഡയറക്റ്റ് വരച്ചെടുക്കാനുള്ള കഴിവുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അത് തന്നെയാണ്. അപ്പോൾ വരച്ചെടുക്കാനുള്ള കഴിവും അതുപോലെ തന്നെ സമയമൊക്കെ ലാഭിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ബ്ലൂ പ്രിൻ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫോം ഷീറ്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കുറേ പാടുകളൊക്കെ കണ്ട. അപ്പോൾ ആ ഒരു നമ്മൾ നേരത്തെ ഒട്ടിച്ച ഗ്ലൂവിൻ്റെ കുറേ അടയാളങ്ങളൊക്കെ കണ്ട. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കൗളിലെ അടയാളങ്ങളൊക്കെ ഇല്ലാണ്ടാക്കാൻ പറ്റും. അതായത് ഫെവിക്കോളിന് പ്രത്യേകിച്ച് പശ കുറവായതുകൊണ്ട് അതൊന്നും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റും. അതിന് ശേഷം നമ്മൾ ഈ ഒരു മാർക്ക് ചെയ്ത ഏരിയ കണ്ട, അതിൽ ഹെഡ്ലൈറ്റ് ഞാൻ മാർക്ക് ചെയ്തതിന് പക്ഷേ ഹെഡ്ലൈറ്റ് വേണ്ട. ഹെഡ്ലൈറ്റ് ഇല്ലാണ്ട് ബാക്കി കാണുന്ന ഗ്രില്ലിൻ്റെ ഏരിയ അതുപോലെ തന്നെ ബോണത്തിൻ്റെ ഗ്രില്ല് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് റിമൂവ് ആക്കി എടുക്കാം കേട്ടോ. ഹെഡ്ലൈറ്റ് നമുക്ക് പിന്നെ റിമൂവ് ആക്കാം. അപ്പോൾ ഹെഡ്ലൈറ്റ് അല്ലാണ്ട് നമ്മൾ ബാക്കിയെല്ലാം ഇതേപോലെ റിമൂവ് ആക്കിയിട്ടുണ്ട് കണ്ട. എല്ലാ കാര്യങ്ങളും റിമൂവ് ആക്കി, അതായത് ഗ്രില്ലിൻ്റെ ഏരിയ മെയിനായിട്ട് അതുപോലെ തന്നെ വൈപ്പറിൻ്റെ ഏരിയയും കട്ട് ചെയ്ത് റിമൂവ് ചെയ്തിട്ടുണ്ട്. ആ വൈപ്പറിൻ്റെ ഏരിയ റിമൂവ് ചെയ്ത് കട്ട് ചെയ്തിട്ട് അവിടെ വെക്കണം, അത് നമുക്ക് ആവശ്യമുള്ളതാണ്. അതിനുശേഷം നമുക്ക് ഇതൊന്ന് ബെൻഡ് ചെയ്തെടുക്കാം. വീഡിയോയിൽ കാണുന്ന പോലെ 2 സൈഡും ബെൻഡ് ചെയ്യുക. ബെൻഡ് ചെയ്തിട്ട് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഉള്ളിൽ നമ്മൾ ഈ ഒരു ഫോം ഷീറ്റിൻ്റെ 3mm ഏതെങ്കിലും ഒരു ഫോം ഷീറ്റ് ഇതേപോലെ വളച്ചൊന്ന് ഒട്ടിക്കുക ഉള്ളിൽ. അവർ ഒട്ടിച്ചതിലാണ് നമ്മളിത് വളഞ്ഞ് നിൽക്കുന്നത്. കറക്റ്റ് ആ ഒരു ഹെഡ്ലൈറ്റ് കഴിഞ്ഞ ഉടനെ ഒന്ന് വളച്ച് ഒട്ടിക്കുക. ആ വളച്ച് ഒട്ടിക്കാനാണ് എക്സ്ട്രാ പീസ് നമ്മൾ 2 സൈഡും നമ്മൾ നേരത്തെ ബ്ലൂ പ്രിൻ്റ് ഒട്ടിച്ച ടൈം വിട്ടത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ബോണറ്റും കൂടി ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബോണറ്റും ഹെഡ്ലൈറ്റും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് രണ്ടും വളച്ചൊട്ടിച്ചതിന് ശേഷമാണ് കട്ട് ചെയ്തെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക. ഹെഡ്ലൈറ്റും ബോണറ്റും വളച്ചൊട്ടിച്ചതിന് ശേഷമാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ബോണറ്റ് എടുക്കുക. ബോണറ്റ് ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ട അടിയിൽ കണ്ട പ്രസ് ചെയ്ത അടയാളം, അത് ഉള്ളിൽ വരുന്ന ആണ്, അതുകൊണ്ട് അടയാളമൊന്നും പ്രശ്നമില്ല. ജസ്റ്റ് ഒന്ന് അതുപോലെ പ്രസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ആ ഒരു ബോണറ്റ് മുകൾ ഭാഗം, അതായത് ആ ഒരു എന്താ പറയുക കുറച്ച് ഉള്ളിലോട്ട് ഉള്ളൊരു ഭാഗമില്ല മേലെ, അത് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ആദ്യം ഒരു സൈഡ് കട്ട് ചെയ്യുക, എന്നിട്ട് വീഡിയോയിൽ കാണുന്ന കുറച്ചൊന്ന് ഉള്ളിലോട്ടാക്കി വെച്ചിട്ട് ഒന്ന് ഒട്ടിക്കുക. ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ആയാലും മതി. കുറച്ചുകൂടി എളുപ്പത്തിൽ ആ ഒരു ഇത് സ്ട്രക്ചർ മാറിപ്പോകാണ്ടൊക്കെ വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരു സൈഡ് കട്ട് ചെയ്യുക, അതിനുശേഷം ഫ്ലസ് കിക്ക് വെച്ച് ഒട്ടിക്കുക. അതിനുശേഷം മറ്റേ സൈഡ് കട്ട് ചെയ്യുക, അതും ഫ്ലസ് കിക്ക് വെച്ച് ഒട്ടിക്കുക. കുറച്ച് ഉള്ളിലോട്ടാക്കിയിട്ട് ഒട്ടിക്കുക. അതിനുശേഷം ഈ കാണുന്ന 2 പീസും കൂടി ഒട്ടിച്ചെടുക്കുക കേട്ടോ. ഇത് ഓൾറെഡി അവിടെ ഉള്ളതാണ്. നമ്മൾ പിന്നെ കട്ട് ചെയ്യാനുള്ള സുഖത്തിൽ മൊത്തത്തിൽ ഒറ്റൊരു പീസായിട്ട് കട്ട് ചെയ്തെടുത്തു. പിന്നെ 2 പീസ് ഇതേപോലെ കട്ട് ചെയ്തിട്ട് അങ്ങനെ ഒട്ടിച്ചു കൊടുത്തതാണ്. അതിനുശേഷം ബോണറ്റ് നമ്മളെ ഫ്രണ്ട് കോളിൽ വെക്കുക, ഒന്ന് ഫിക്സ് ആക്കി കൊടുക്കുക. തൽക്കാലം നമ്മൾ ബോണറ്റ് ഓപ്പൺ ചെയ്യേണ്ട സെറ്റപ്പ് ഇപ്പം ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മൾ ബോണറ്റ് അവിടെ ഫിക്സ് ആക്കിയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ബോണറ്റ് ആദ്യമേ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. വേണമെങ്കിൽ പിന്നെ നമുക്ക് കട്ട് ചെയ്തിട്ട് റെഡിയാക്കാം, അത് പ്രശ്നമില്ല. നിലവിലിപ്പോൾ ബോണറ്റ് ഫിക്സ് ആക്കിയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ബോണറ്റ് ഒന്ന് ശരിച്ച് ഒട്ടിച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ആ ഒരു ഗ്യാപ്പ് കാണുന്നില്ലേ, 2 സൈഡും ഗ്യാപ്പ് കണ്ടോ? ആ ഒരു ഗ്യാപ്പ് അവിടെ നിലനിർത്തിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല, കുറച്ച് ഉള്ളിലോട്ട് ഇങ്ങനെ ചെരിച്ച് വെച്ചിട്ടാണ് ഉള്ളത് ആ ഒരു ബോണറ്റ്. അതുപോലെ ചെരിച്ച് വെച്ചിട്ട് തന്നെ ഒട്ടിക്കണം, എന്നാലും ആ ഒരു സെഡസ്ത്ര ഫ്രണ്ടുകളുടെ ഒരു ഷേപ്പ് കിട്ടുള്ളൂ.
അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എടുത്തു വെക്കണം എന്ന് പറഞ്ഞാൽ ഒരു വൈപ്പറിൻ്റെ ഏരിയ എടുത്തതിന് ശേഷം അത് നടുക്കേ കൂടെ ഒന്ന് കട്ട് ചെയ്യുക. അത് ഒറ്റൊരു പീസായിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അത് 2 പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ബോണത്തിന് മേലെയായിട്ട് വെച്ചിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. അത് 2 പീസായിട്ട് തന്നെ ചെയ്യണം, ഒറ്റ പീസായിട്ട് ചെയ്യാനാവില്ല. കാരണം അത് ലെങ്ത്ത് അധികമായിരിക്കും. 2 പീസായിട്ട് കട്ട് ചെയ്തെടുത്ത് ചെറിയൊരു പീസ് നമ്മൾ കട്ട് ചെയ്ത് റിമൂവ് ചെയ്യേണ്ടതെല്ലാം വരും. അത് നിങ്ങളൊരു ഏലിനനുസരിച്ച് ചെയ്യാം. അതിനുശേഷം ആ ഒരു പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗം കണ്ട അത് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മെയിനായിട്ടുള്ള പരിപാടി അടിയിൽ വരുന്ന ആ ഒരു സെഡസ്ര ഫ്രണ്ടുകളുടെ അടിയിൽ വരുന്ന ഒരു ഷേപ്പ് ഉണ്ടല്ലോ, കുറച്ച് ഉള്ളിലോട്ട് കുഴിഞ്ഞ് നിൽക്കുന്ന ആ ഒരു ഷേപ്പാണ്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഒറിജിനൽ ഒരു വണ്ടിയുടെ ഫോട്ടോ നോക്കിയിട്ട് നമ്മൾ കൗളിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കാണുന്ന ആ ഒരു ഹെഡ്ലൈറ്റിന് താഴെ വരുന്ന ഏരിയ ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് ആ ഒരു ഷേപ്പാക്കി എടുക്കുക. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു തരി പോലെയൊക്കെ കണ്ടോ, അതൊക്കെ പിന്നെ പുട്ടിയിട്ട് ലെവലാക്കും. ഇപ്പോൾ ജസ്റ്റ് ഒരു സ്ട്രക്ചർ മാത്രമേ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളൂ. ഫിനിഷിങ് വർക്കൊക്കെ പിന്നെ വരുന്നത്ര. അപ്പോൾ ഇതിൽ നമ്മൾ ഫിനിഷിങ് വർക്കൊന്നും കാണിക്കുന്നില്ല, ഒരു സ്ട്രക്ചർ ഷേപ്പിൽ അങ്ങനെ ചെയ്തെടുക്കാമെന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ. പിന്നെ നമ്മളിപ്പോൾ കട്ട് ചെയ്ത ഭാഗമൊക്കെ ചില ഭാഗമൊന്നും കട്ട് ചെയ്ത് റെഡി ആയിട്ടൊന്നുമില്ല. ആ ഒരു ഷേപ്പൊക്കെ നിങ്ങൾക്ക് നോക്കി മനസ്സിലാവും, അത്ര റെഡി ആയിട്ടൊന്നുമില്ല. അവിടെയൊക്കെ ഇനി ബോഡി ഫില്ലർ ഇട്ടിട്ട് കറക്റ്റ് ഷേപ്പാക്കി എടുക്കും. അവിടെയാണ് നമ്മൾ പണി വരുന്നത്. ബോഡി ഫില്ലറൊക്കെ ഇട്ടിട്ട് നമ്മൾ ആ ഒരു കട്ട് ചെയ്ത ഭാഗങ്ങളും സാൻഡ് ചെയ്ത ഭാഗങ്ങളൊക്കെ ബോഡി ഫില്ലറൊക്കെ ഇട്ട് നന്നായി വാട്ടർ സാൻഡ് ചെയ്താലേ റെഡിയാവും. അതിനുശേഷം ഈ ഒരു വൈപ്പറിൻ്റെ ഏരിയയിൽ നമ്മൾ ബ്ലാക്ക് മെഷീനെ കൊണ്ട് മാർക്ക് ചെയ്താണ്ട അവിടെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഷേപ്പാക്കി എടുക്കണം. കണ്ട നേരത്തെ നമ്മൾ ചെയ്തത് അല്ല കറക്റ്റ് വരുന്നത്. ഇതേപോലെ കുറച്ചും കൂടി താഴെ കൂടെ ആ ഒരു ലൈന് പോകണം. അപ്പോൾ എല്ലാവർക്കും സെഡസ്ര ഫ്രണ്ട് കൗളിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്കിതിൽ ഒരുപാട് പണി ബാക്കിയുണ്ട്. ഫസ്റ്റ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു ജോയിൻ്റാണ്, സെൻറ്ററിലുള്ള ഈ ഒരു മെയിനായിട്ടുള്ള ഈ ഒരു ജോയിൻറ്റ്, അതുപോലെ തന്നെ ഈ ഒരു ഷേപ്പിൻ്റെ ഇവിടെ കണ്ട ഇവിടെയെല്ലാം ഈ ഒരു എക്സ്ട്രാ പീസ് ഉള്ളിൽ വരുന്ന പീസ് കാണുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പുട്ടിയിട്ട് ബോഡി ഫില്ലറിട്ട് ഷേപ്പ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ഈ താഴെ കണ്ട കളറ് മാറ്റം കണ്ട ഒരു തരി പോലെ സാൻഡ് ചെയ്ത ഭാഗം, അപ്പോൾ അവിടെ പുട്ടിയിടാനുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡും ഈ ഒരു തരി ഭാഗങ്ങളൊക്കെ NC പുട്ടി അല്ലെ ബോഡി ഫില്ലറിട്ട് ഷേപ്പ് ചെയ്ത് എടുക്കാനുണ്ട്, സ്മൂത്താക്കി എടുക്കാനുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൈഡ് ഇവിടെയൊക്കെ പെയിൻറ്റ് ഈ ഒരു ബോണസിലൊക്കെ കണ്ട പെയിൻറ്റ് നല്ല അടിപൊളിയായിട്ടുള്ള, ബാക്കി പെയിൻറ്റ് എത്താത്ത ഈ ഒരു കളർ മാറി കിടക്കുന്ന അതുപോലെ തന്നെ ഫിനിഷിങ് ആവാത്ത സ്ഥലത്തൊക്കെ ഇനി ബോഡി ഫില്ലറിട്ട് ജോയിൻ്റൊക്കെ അടച്ച് ഇവിടെയൊക്കെ കുറച്ച് ഈ ഒരു ജോയിൻ്റൊക്കെ കണ്ട ഇതൊക്കെ അടച്ച് ഫുള്ള് ഫിനിഷാക്കി എടുക്കണം. എന്നാലും നമ്മൾ ഫ്രണ്ടിൻ്റെ പണി ഫുള്ളായിട്ട് ഫിനിഷ് ആവും. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റൊക്കെ ചെയ്യാനുണ്ട്, ഉള്ളിൽ നെറ്റ് ഫിക്സ് ചെയ്യാനുണ്ട്. അതുപോലെ ഒരുപാട് പണി ഇനി ബാക്കിയുണ്ട്. ഒരു സ്ട്രക്ചർ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള വീഡിയോ ആണ് ഇന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ഇനിയിപ്പം ബാക്ക് ഹോൾ ചെയ്യുന്നത് ചെയ്യാം. അതുപോലെ തന്നെ ഒരു ഫുള്ളായിട്ടുള്ള ബസ് എങ്ങനെ ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരുപാട് പാർട്ട് നമ്മൾ ചെയ്യും. അതിലെല്ലാം കൂടി ഒരു ബസ് ഫുള്ളായിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇപ്പം എന്തായാലും ഒരു പാർട്ട് വേണമെന്നുള്ള രീതിക്ക് ഫ്രണ്ട് കൗൾ കാണിക്കുന്നു, അടുത്ത ബാക്ക് പിന്നെ സൈഡ് ഫുള്ളായിട്ടൊരു ബസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോളുക. എല്ലാം നമുക്ക് ഒരുമിച്ച് ചെയ്യാം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.